Yes, good afternoon. Good afternoon, sir. Yes, Nancy. എന്താണ് ഓണാഘോഷ പരിപാടി ആയതുകൊണ്ടായിരിക്കുമല്ലേ നമ്മുടെ ആൾക്കാരൊക്കെ കുറവ്. നാൻസി, Yes, sir. ഓണത്തിന്റെ ആഘോഷ പരിപാടി ആയിരിക്കും അല്ലേ? ആയിരിക്കും. ഒരുപാട് സ്കൂളുകളിൽ ഇന്നുണ്ട് പരിപാടി. യെസ്. ആൻസർ നാളെ എവിടെയാണ്? കൊല്ലമാണോ? കൊല്ലമാണ്. കൊല്ലം കടയ്ക്കൽ. ആ സംസാരം കേൾക്കുമ്പോ കറക്റ്റ് അറിയാം. യെസ്. കൊല്ലം കടക്കില് പിന്നെ അപ്പുറത്തെ ചോഴിയക്കോടില്ലേ? ചോഴിയക്കോട് അറിയാം. ചോഴിയക്കോട്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അരിപ്പ. പിന്നെ മടത്തറ. യെസ്, അതൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ കടക്കല് ഞാൻ പണ്ട് പോവാറുള്ളത് നിലമേൽ ഇറങ്ങും. നിലമേൽ അറിയാം. നിലമേൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പ്രൈവറ്റ് ബസ്സിനാണ് പോവാറ് പണ്ട്. എന്റെ സ്ഥലം നോർത്ത് പറവൂർ, എറണാകുളം ജില്ല. അപ്പൊ നമുക്ക് ആരംഭിച്ചാല് ആരെയും പ്രതീക്ഷിക്കണമെന്ന്. സമീറ MP. വെറുതെ ഒരു സൗഹൃദത്തിന് ആളുണ്ടായില്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് സമീറ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. നാദിയ. യെസ്. അമീഷ. ഓക്കെ. വെറുതെ വിളിച്ചതാണ്. ആളുണ്ടാവും. ഓക്കെ. അപ്പൊ അമീഷയും ആൻസിയും സമീറയും തസ്ലീന. ഓക്കെ. അപ്പൊ തസ്ലീനയും ഉണ്ട്. യെസ്. ഷോണിമ. ഹായ് സർ. യെസ്. ഓക്കെ. ആരെയും കാണേണ്ട ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ഷോണിമ.
യെസ് അഭിരാമി. ഞാനൊരു 1.5 മാസത്തിന് ശേഷമാണ് സാർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഓ യെസ് യെസ് യെസ്. എന്തുപറ്റി? അല്ല, വെക്കേഷൻ നാട്ടിൽ വന്നിരുന്നു. ഓ വെരി അപ്പൊ ഗുഡ് തിരിച്ച് ഇപ്പോഴാണ് വന്നത്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് അഭിരാമി. യെസ് സാർ. ആ ആളുണ്ടായാൽ മതി. ഓക്കെ ഓക്കെ. ഷഫീന. ഞാനിപ്പം ഏതാണ്ട് 2 മാസമായി സാർ ക്ലാസ്സിന് കയറിയിട്ട്. എന്തുപറ്റി? ഒരു മരിപ്പും അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓ യെസ്. ആ ട്രെയിനിങ് എൻ്റെ ഉപ്പ മരിച്ച, അപ്പം അത് കാരണം കുറച്ചാള് അതിൻ്റെതും. ഇന്ന് 40 ഇപ്പം ഇവിടെ. ഓ 40 ആഘോഷിക്കുന്നത് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ കോറം തികഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേരെയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. യെസ്, ചിലപ്പോൾ ഒച്ചപ്പാടൊക്കെ കേൾക്കാൻ തൊട്ടപ്പുറത്ത് ഓണാഘോഷ പരിപാടി നടത്തുന്നത് നമ്മുടെ അല്ല, സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഓരോ ദിവസവും ഓരോരുത്തർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് കൊടുത്തിരിക്കുന്നത് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ്. അപ്പൊ അവരുടെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഒച്ചയൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരാം. ഓക്കെ, അപ്പോ നമുക്കൊരു വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ടെൻസ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോ ടെൻസിന്റെയും സ്ട്രക്ചറുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ പ്രസന്റ് എങ്ങനെയാണ്, സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ്, സിമ്പിൾ ഫ്യൂച്ചർ എങ്ങനെയാണ്, പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും എങ്ങനെയാണ്, പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും എങ്ങനെയാണ്. ഇങ്ങനെ 8 എണ്ണമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. 8 എണ്ണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ബി വെർബ് പ്ലസ് ing, പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് ആഡ് പ്ലസ് വെർബ് ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയും ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. 8 എണ്ണമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തേക്ക് കിടക്കുക 9ാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ അടിയിലേക്ക് സബ്ജക്റ്റ് പ്ലസ് എസ് പ്ലസ് ചെയ്യാൻ മതി. എസ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല്, വിൽ ഓർ ഷാൽ പ്ലസ് വില്ല് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് ഷാൽ, വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് HAVE ഹാവ് പ്ലസ് വി വെർബ്, ഹാവ് പ്ലസ് വെർബ് വി, ആ വിയുടെ ബ്രാക്കറ്റിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് എഴുതി, വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് എഴുതി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറയും. ഐ ഷാൽ ഹാവ് കംപ്ലീറ്റഡ് the teaching. I shall have completed the teaching tomorrow. അത് നമുക്ക് വേറെ വേറെ പറയാം. They will have taken that project. They will have taken that project. They ഉണ്ട്, will അല്ലെങ്കിൽ shall, will ഉണ്ട്, have ഉണ്ട്, പിന്നെ വെർബിന്റെ 3ാമത്തെ ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ള അർത്ഥം. ആ രീതിയിലാണ്. നോക്കിയേ, ദേ വിൽ ഹാവ് ഗോൺ, അവർ പോയിട്ടുണ്ടാകും. നാളെ ഈ സമയമാകുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടാകും. യു വിൽ ഹാവ് ടേക്കൻ ദാറ്റ്, നീ എടുത്തിട്ടുണ്ടാകും. ആ വെർബിന്റെ കൂടെ ഒരു ഉണ്ടാകും എന്നുള്ള ഒരു വാക്കുകൂടി ചേർത്തിട്ട് അതിന്റെ അർത്ഥം പറയും. യെസ് അമീഷ.
യെസ്. സമീറ. യെസ്. ഷോണിമ. Yes, sir. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഷാല് വേണം, ഹാവ് വേണം, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം വേണം. ഇഷ്ടമുള്ള പറഞ്ഞു. I think I will have complete my all assignments in this month. In this month. I will have completed. Okay, correct. Yes, Abhinami, വേറെ ഒന്നും പറയാമോ? സാർ പറയാട്ടോ. ആ. സിമ്പിൾ അല്ലേ? സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, വെർബിന്റെ ഫസ്റ്റ് ക്ലാസ്. Raman will have walked the road. Yes. ഗവൺമെന്റ് എന്നല്ല ഉദ്ദേശിച്ചത്. അല്ല, രാമൻ സബ്ജക്ട്. രാമൻ will have walked the road. നടക്കാന്നല്ല ഉദ്ദേശിച്ചത്. നടക്കുക. അപ്പൊ റോഡ് എന്നുള്ള നമുക്ക് അവിടെ ഒരു പ്രപ്പോസിബിലിറ്റി അറിയാം കേട്ടോ. അത് വേറെ മോഡലാണ് അമീഷ. വിൽ ഹാവ് അഭിരാമി അതിനകത്ത് രാമൻ വിൽ ഹാവ് വാക്ക് എലോങ് ദ റോഡ് തയ്യും, റോഡിലൂടെ കേട്ടോ. അമീഷ ടു കളഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെച്ചു. അപ്പൊ വേറെ മോഡൽ. ഇത് സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. യെസ്. അപ്പൊ അത് നിൽക്കട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു. സബ്ജക്ട് എഴുതി, വില്ലെങ്കിൽ ഷാൽ എഴുതി, പിന്നെ ഹാവ് ചേർത്ത്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയി. അപ്പൊ ഏത് വെർബാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വേർഡും കൂടി ചേർത്തിട്ട് നമ്മൾ അർത്ഥം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഷെഫീന. ഷെഫീന വരുമെന്ന് വിചാരിക്കാം. സജന. Yes, sir. Okay, answer correct. Yes. She will have reached railway station. Yes, she will have reached the railway station. ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. വേറെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. സജനയുടെ നാട് എവിടെയാ? വരന്തരപ്പള്ളി. വരന്തരപ്പള്ളി, നമ്മുടെ തൃശ്ശൂർ വരന്തരപ്പള്ളി അല്ലേ? യെസ്. ആ വരന്തരപ്പള്ളിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവും? ഉദ്ദേശം മതി. 10 വർഷമായിട്ടുണ്ട്. 10 വർഷമായിട്ടുണ്ട്. അപ്പൊ 2025 അപ്പൊ 2015 മുതൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. 2015 മുതൽ ഞാൻ വരന്തരപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ വരന്തരപ്പള്ളിയിലാണ് താമസിക്കുന്നത്. നാളെയും ഞാൻ വരന്തരപ്പള്ളിയിലായിരിക്കും താമസിക്കുന്നത്. ഈ ഒരു സാധനം നമുക്ക് അങ്ങനെ ആ ഒരർത്ഥം കിട്ടാവുന്ന വാചകമൊന്നും പറയാനുള്ളത്. സംഭവം ഇതാണ്. 2015 മുതൽ ഞാൻ വരന്തരപ്പള്ളിയിലാണ്, ഇപ്പോഴും വരന്തരപ്പള്ളിയിലാണ്, നാളെയും വരന്തരപ്പള്ളിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പറയില്ല, അവൻ ബാങ്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും നാളെ അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. കാര്യം ചിലപ്പോൾ മുമ്പ് ഞാൻ ബാങ്കിലായിരുന്നു, ഇപ്പൊ ഞാൻ KICBയിലാണ്. യെസ്. അപ്പൊ വേറെ മോഡലാണ്. അപ്പൊ അതവിടെ ചിലക്കാലം മാറ്റി വെക്കാം. നമുക്ക് ഇതാണ് വേണ്ടത്. നേരത്തെ ഞാൻ അവിടെയാണ്, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടെയായിരിക്കും. I live in വരന്തരപ്പള്ളി. I live in വരന്തരപ്പള്ളി. ഓക്കെ. അയ്യോ, I live in വരന്തരപ്പള്ളി. അയ്യോ ചെയ്യണോ? ഓക്കെ. I live in വരന്തരപ്പള്ളി എന്നുള്ള സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ വരന്തരപ്പള്ളിയിൽ ജീവിക്കാറുണ്ട് എന്നുള്ളൊരു മീനിങ് എനിക്ക് കിട്ടുള്ളൂ. I live സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് വരുമ്പോൾ
ഓക്കെ. തസ്നീം യെസ് സർ. തസ്നീമിന്റെ നാട് എവിടെയാ? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി. അപ്പൊ അത് പറഞ്ഞാൽ മതി. വരന്തരപ്പള്ളി മാറ്റിയിട്ട് ഫോർട്ട് കൊച്ചിയിൽ 2015 മുതൽ ഞാൻ അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ തന്നെയാണ്. നാളെയും ഞാൻ അവിടെ തന്നെയായിരിക്കും. എവിടെയെങ്കിലും താമസിച്ചോട്ടെ സാറേ, നമ്മൾ അതിനെ കാര്യം ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അത് നമ്മള് പറയാൻ കൊണ്ടാ. യെസ് പറഞ്ഞു. ടുഡേ ആ ഐ ലിവ് ഇൻ കൊച്ചി. യെസ്. ഓക്കെ ഓക്കെ. ടുഡേ എന്ന് പറയുമ്പോ ഇന്നുണ്ട്, നാളെ എവിടെയാണ്? ഓക്കെ, ഐ സി. വെരി ഗുഡ്. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. ഇവിടെ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇരിക്കോ 10 നമ്പർ 10 പ്രസന്റ് പേരുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ്, PERFECT, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, CON TINUOUS, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് എഴുതിയിട്ട് അതിന്റെ താഴെ അതിന്റെ സ്ട്രക്ചർ ചെയ്തേക്കാം. S plus has or have, has അല്ലെങ്കിൽ have, has or have plus BEEN, plus verb എന്ന് പറയുന്നത് വീഞ്ഞിട, V plus ING, യെസ്. അപ്പൊ ഒന്നുകൂടി പറയാം. സബ്ജക്ട് പ്ലസ് ആസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ ഈ ഒരു ടെൻസിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ നേരത്തെയും അത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്, നാളെയും അത് തന്നെയാണുള്ള അർത്ഥം. അപ്പൊ വേറെ ഒന്നും പറയണ്ട, ഈ ടെൻസിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഈ ടെൻസ് പറയാൻ മതി. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പറയട്ടെ. പറഞ്ഞു. ഐ ഹാവ് ബീൻ ലിവിംഗ് സിൻസ് 20 years. അങ്ങനെയാണോ? സിൻസ് ഒരു വർഷം പറഞ്ഞാൽ മതി. സിൻസ് കഴിഞ്ഞൊരു വർഷം പറയാം. പോയിന്റ് ഓഫ് ടൈം. ഈ സമയത്തെ സൂചിപ്പിക്കുന്ന സമയത്ത് സിൻസ് ഉണ്ടാവും, ഫോറും ഉണ്ടാവും. 10 years അങ്ങനെ. 4 എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിനൊക്കെ കാണിക്കാൻ വേണ്ടി, പീരീഡ് ഓഫ് ടൈം 10 years, 10 years, 1 hour അല്ല. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് എൻഡിങ് ഉണ്ട് അല്ലേ? സിൻസ് എന്ന് പറഞ്ഞാല് എ പോയിന്റ് ഓഫ് ടൈം ആണ്. ഇന്ന സമയം മുതൽ, അവിടെ മുതൽ എവിടം വരെ നമ്മൾ പറയില്ല. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് വർഷം പറഞ്ഞാൽ മതി. സിൻസ് 2015. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാം they have been reading a book. They have been reading. They ഉണ്ട്, ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്, പിന്നെ വെറുമ്പുണ്ട്, ING. They have been reading. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവർ വായിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു, അവരവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു. അല്ല, യെസ്. അത് ഇപ്പോഴും അങ്ങനെ തുടരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ സജനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 2015 മുതൽ ഞാൻ എവിടെയാണ്? വരന്തരപ്പള്ളിയിലാണ്. നമുക്ക് പറയാം ഐ ഹാവ് ബീൻ ലിവിംഗ് അറ്റ് വരന്തരപ്പള്ളി സിൻസ് 2015. 2015 മുതൽ ഞാൻ എവിടെയാണ്? വരന്തരപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, യെസ്. സബ്ജക്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ്, അതിന്റെ കൂടെ ING. ഓക്കെ, നിസാർ പറയൂ. സാറ് നമുക്കിത് ഫ്രം വെച്ച് തുടങ്ങാൻ പറ്റുമോ?
ഇപ്പോ ഫ്രം ലാസ്റ്റ് 10 years I will have been living in Dubai അങ്ങനെ പറയാൻ പറ്റുമോ? ഫ്രം വരുമ്പോ നമുക്ക് ഫ്രം കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് ഒരു ടു വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രം ഇത്ര മുതൽ ടു ഇത്ര വരെ, അല്ലെങ്കിൽ ഫ്രം ഇത്ര മുതൽ അവിടെ വിഷയം ആരംഭിക്കാം. അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ നമുക്ക് ഫ്രം വെക്കാതെ ലാസ്റ്റ് ഇപ്പൊ പറയുമ്പോ ലാസ്റ്റ് 10 years I will have been living in Dubai അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ I will have been, I have been living. ഓക്കെ. യെസ്. ഇനി അടുത്തൊരു ടെൻഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി പറയും. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. സബ്ജക്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ വെർബ് പ്ലസ് ing. യെസ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ്. കറക്റ്റ്, വെരി ഗുഡ് സജന. ആ നേരത്തെ വന്ന നഷ്ടമൊക്കെ പരിഹരിച്ചുണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല സ്പീച്ച്. യെസ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. സബന സാദിഖ്, സീന ജോസ്. യെസ്, സബ്ജക്ട് വേണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, ബീൻ വേണം, വെർബ് വേണം, ing വേണം. യെസ്, പറഞ്ഞോളൂ. സബ്ജക്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing വരുന്ന ഒരു വാചകം പറഞ്ഞോളൂ. സിൻസ് ഒന്നും ചേർക്കണ്ട, ഇവിടെ സെന്റൻസ് പറഞ്ഞോ. യെസ്. I have been. ബാക്കി പറഞ്ഞോളൂ. ഒരു വെർബ് ing. ബാക്കി പറയും. I have been studying English grammar. I have been teaching English grammar. ഓക്കെ, അതെന്തെങ്കിലും പറയാം. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് അങ്ങനെ എപ്പോഴെപ്പോഴും ഉപയോഗം വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ 9 എണ്ണോട് വരിക. പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ 10 എണ്ണം വരെ. 11ാമത്തെ ആൻസർ പറയുന്നത് we have been working together for last 10 years. ഓക്കെ, ആൻസർ എഴുതിക്കും. 11ാമത്തെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എഴുതിക്കും. സബ്ജക്ട് എസ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് BEN, ബീൻ പ്ലസ് വെർബ് പ്ലസ് വെർബ് പ്ലസ് ing. ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്ട് എഴുതി, ഹാഡ് എഴുതി, പിന്നെ ബീൻ ചേർത്തു, പിന്നെ വെർബ് എഴുതി. ആ വെർബിന്റെ ing ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ നേരത്തെ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞു നേരത്തെ ആരംഭിച്ച് ഇപ്പോഴും ഉണ്ട്, ഭാവിയിലും ഉണ്ടെങ്കിലാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതായിരുന്നു, അത് നേരത്തെ അവിടെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അവിടെയല്ല. അപ്പൊ നേരത്തെ സോണിമ പറഞ്ഞ നമുക്ക് ഇവിടെ പറയാം, ഐ ഹാഡ് ബീൻ ലിവിങ് ഇൻ കുവൈറ്റ്, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ലിവിങ് അബ്രോഡ് ഫോർ ലാസ്റ്റ് 20 years. 20 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ? ഇപ്പൊ അവിടെ ഇല്ലെന്ന് അർത്ഥം. ഇപ്പൊ അവിടെ ഇല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം. ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണെങ്കിൽ നമ്മൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം. യെസ്, ഓക്കെ. അപ്പൊ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതിന്റെ എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാം?
Yes. I had been looking for a job for the last 5 years. Purple answer. Varum. Nalla joli answer areas. Yes. അവസാന ആൻസർ പറയും ഏത് ജോലിക്ക് പോകണമെന്നുള്ള കൺഫ്യൂഷൻ ഒക്കെയാണ് ഞാൻ പറയും. Yes, don't worry. Yes, subject had, been, verb, ing. Okay, answer. Yes. ഓക്കെ, അപ്പോ ഒരാൾ മാത്രമേ എഴുതിയുള്ളൂ. ഇനി ഇതിനകത്ത് അവശേഷിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. അടുത്ത എഴുതിക്കും 12ാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Future perfect continuous. Yes, future perfectly continuous. Yes. There you go. Yes plus will or shall plus. Okay, Amisha. Will or shall plus have plus been plus ben, been plus verb plus ing. Subject plus will അല്ലെങ്കിൽ shall, have, be, verb plus ing. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. They will have been reading a novel. You will have been attending the program. She will have been managing the store. STORE store. She will have. Okay, അത് പറഞ്ഞു. അതെങ്കിലും അതേ മോഡലുള്ള വാചകം. സബ്ജക്റ്റ് വേണം, will അല്ലെങ്കിൽ shall വേണം, പിന്നെ have വേണം, പിന്നെ verb വേണം. Have വേണം, been വേണം, verb plus ing. Will have been. Subject will അല്ലെങ്കിൽ shall, have, been, verb plus ing. He will have been working on this project since January. Yes. I will have been teaching in a school. Okay, Shafina. Okay. അപ്പോൾ നിൽക്കട്ടെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ഇംഗ്ലീഷില് ഈ 12 ടെൻസിന്റെ ഫോമേ ഉള്ളൂ. ഓക്കെ അമിഷ, ഐ വിൽ ഹാവ് ബീൻ ഡ്രീമിംഗ് ഫോർ എ ജോബ്. കുഴപ്പമില്ല അമിഷ, സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും. We will have been painting the picture. Okay, Ansi. അപ്പോ ഇംഗ്ലീഷില് ഈ 12 ടെൻസിന്റെ ഫോമേ ഉള്ളൂ. ഇംഗ്ലീഷില് ആര് എന്ത് വാചകം പറഞ്ഞാലും ഈ 12 ടെൻസില് ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും ആ വാചകം ഉണ്ടാവുക. ഈ ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് തുടങ്ങി ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള വാചകങ്ങള് അല്ലാതെ വേറൊരു സാധനം ഇംഗ്ലീഷിൽ നമുക്ക് ടെൻസ് അറിയാൻ വേണ്ടി പഠിക്കാനായിട്ട് ഇല്ല. അപ്പോ നമ്മൾ ഓരോ സെന്റൻസുകൾ കാണുമ്പോൾ നമ്മൾ ഈ ടേബിളിൽ പറയുന്ന ഈ അർത്ഥം വെച്ചിട്ടൊന്ന് നോക്കണം. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം പിടികിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ 12 ടെൻസുകളിലാണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അടുത്തൊരാളെ വിളിക്കുകയാണ്. സമീറ. സമീറയില്ല. സീന ജോസ്. Yes, sir. സമീറ വന്ന. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സമീറ, ആർ യു മാരീഡ്? Yes. Yes. What is your husband's name? Shihabuddin.
ഷിഹാബുദ്ദീൻ. ഇനി ഞാൻ പറയുന്ന സിറ്റുവേഷൻ മനസ്സിൽ കേട്ടിട്ട് ആൻസർ പറയും. അതായത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് സമീറ പുറത്തേക്ക് വരുന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോ ഭർത്താവ് ഷിഹാബുദ്ദീനെ അന്വേഷിച്ച് വന്ന ഒരാളാണ്. അപ്പൊ അയാളോട് പറയുകയാണ് കയറിയിരിക്കെ എന്ന് പറഞ്ഞിട്ട് ഷമീറ അകത്തേക്ക് ചെന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ് നിങ്ങളെ വിളിക്കുന്നു. പറയുന്നതാണ് നിങ്ങളെ. എങ്ങനെ ഇംഗ്ലീഷ്? ഭർത്താവിനോട് പറയേണ്ടതാണോ പറയേണ്ടത്? അതെ. ഭർത്താവിനോട് പറയുന്നതാണ് നിങ്ങളെ വിളിക്കുന്നു. എന്താണെന്നാണ് കൊച്ചു പറയുന്നത്. യെസ്, ഓക്കെ. സമീർ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ മ്യൂട്ട് ചെയ്തു. യെസ്, ഓക്കെ. അമീഷ പറയാമോ? അകത്ത് എന്നിട്ട് ഭർത്താവിനോട് പറയും Someone is calling you. Someone is calling you. അമീഷ എന്ത് സർ? യെസ് നല്ലേ. മഴ പെയ്യുന്നു സർ. ഓക്കെ. അത് ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയാമോ? മാക്സിമം വാക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട്. someone is calling you കറക്റ്റ് ആണ്, തെറ്റല്ല. യെസ് ഷോണിമ. യെസ് അഭിരാമി. സോണിമ പറയാ. അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം പറയാം. സമ്മൺ ചേർക്കാൻ പാടില്ല. സമ്മൺ ചേർക്കാതെ പറയും. നിങ്ങളെ വിളിക്കുന്നു, ഇത്രയൊന്നും നമ്മൾ പറയണുള്ളൂ. നിങ്ങളെ ഈ കോളിംഗ് ബെല്ല് അടിക്കുന്ന ഒച്ച ഭർത്താവ് കേട്ടിട്ടുണ്ട്. അപ്പൊ വന്ന് പറയുമ്പോ പുള്ളിക്ക് മനസ്സിലാവും നിങ്ങളെ വിളിക്കുന്നു. ഇത്രേ പറയുന്നുള്ളൂ. എനിക്ക് കിട്ടുന്നില്ല സർ. Yes, okay. I'll no problem. A person has come to meet you. A person has come to meet you. Sina, നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. Okay, sir. Try ചെയ്യാം. ശരി, ചുരുക്കി പറ. Yes, okay. ഷഫീന പറയാൻ പറ്റുമോ? അല്ല, അഭിരാമി അല്ലേ? അഭിരാമി ആലോചിച്ചിട്ട് പറയാം സാർ. യെസ്, ആലോചിച്ചു. ഷഫീന ഭർത്താവിനോട് പറയാണ് നിങ്ങളെ വിളിക്കുന്നു. അവിടെ നമ്മൾ പറഞ്ഞു അമീഷ അത് പറഞ്ഞപ്പോ സമ്പൻ ഒഴിവാക്കിക്കോ. ആരോ വന്നു പറയണ്ട, ആരോ വിളിക്കുന്നതല്ലേ നമുക്ക് അറിയാം. അത് വേണ്ട, വെറുതെ സിമ്പിൾ ആയിട്ടല്ലേ വിളിക്കുന്നു പറയാറില്ലേ. യെസ്, ആലോചിച്ചോളൂ. സജന You called that person at the door. യെസ്, അവിടെ സജന പറഞ്ഞത് ഒരു നേരായ വഴിക്ക് ചിന്തിച്ചു. ഓക്കെ ആൻസി. അതായത് സജന ഇത് പറഞ്ഞത് യു കോൾ. അപ്പൊ എന്ത് പറ്റി? ഭർത്താവ് വിളിക്കുന്നതായിപ്പോയി. ഞാൻ എനിക്ക് മനസ്സിലായി ആരെങ്കിലും ഒരാൾ പറയുന്നത് എനിക്കറിയാം. ഭർത്താവ് വിളിക്കല്ല, ഭർത്താവിനെ വിളിക്കുന്നു. അങ്ങനെയാക്കണം. ഭർത്താവ് വിളിച്ചിട്ടില്ല, ഭർത്താവിനെ വിളിക്കുന്നു. അത് പറയാൻ വേണ്ടിയിട്ട് നേരത്തെ ആൻസർ ചെയ്ത കറക്റ്റ് ആണ്. യു ആർ കോൾഡ്. യു ആർ കോൾഡ്, നിങ്ങളെ വിളിക്കുന്നു. ഇത്ര മതി. യു ആർ കോൾഡ്, നിങ്ങളെ വിളിക്കുന്നു. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ പിയൂൺ ചിലപ്പോൾ ഒരു കത്ത് കൊണ്ടേ കൊടുക്കും. ആ കത്ത് വായിച്ചതിന് ശേഷം, ലെറ്റർ വായിച്ചതിന് ശേഷം ടീച്ചർ പറയും സജനയെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. അപ്പോ സജന ആരാണ് എഴുതുന്നു? യു ആർ കോൾഡ് ബൈ ദ പ്രിൻസിപ്പൽ, യു ആർ വാണ്ടഡ് ബൈ ദ പ്രിൻസിപ്പൽ. യെസ്, നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. യു ആർ വാണ്ടഡ്. ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇവിടെ നമുക്ക് എഴുതാം നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളതിന് യു ആർ കോൾഡ് എന്നാണ്
ചുരുക്കി പറയാം. അമീഷ പറഞ്ഞ തെറ്റൊന്നുമല്ല, അത് ലെങ്ത് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. യു ആർ കോൾഡ്, നിങ്ങളെ വിളിക്കുന്നു. ഇനി ഞാൻ അടുത്ത ഒരു സംശയം ചോദിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ 12 ടെൻസുകളിൽ ഏതെണ്ണത്തിൽ വരും, ഏതിന്റെ കീഴിൽ വരും യു ആർ കോൾഡ് എന്ന് പറഞ്ഞ വാചകം? സിമ്പിൾ പ്രസന്റ് മുതൽ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള ഈ 12 ടെൻസിന്റെ ഉള്ളിൽ ഏത് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതിന്റെ കീഴിലാണ് ഇത് വരുന്നത്? യെസ്, പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റില് ഹാസ് അല്ലെങ്കിൽ ഹാവ് വരൂല്ലേ ആൻസി? ഇത് ഹാസ് ഹാവ് ഇല്ലല്ലോ, അപ്പൊ അത് വരുമോ? യെസ്. അപ്പോ ഞാൻ സജനെ സഹായിക്കാൻ വേണ്ടി ഒരു അറിവ് തരാം. തസ്ലീം, പ്രസന്റ് ആണോ? ഏതാണ് സിമ്പിൾ പ്രസന്റ്? ഒരു പ്രസന്റ് നോക്കിയ സ്ട്രക്ചർ നോക്കിയ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസിഡൻസ് അല്ലേ? ഈസത് യെസ്. ഓക്കെ, തസ്ലീം. യു ആർ കോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 12 ടെൻസിൽ ഏത് ആയിട്ട് വരും? ഇതാണ് ചോദ്യം. ഇനി ഞാൻ ഈ ചോദ്യം ഓപ്പൺ ആയിട്ട് വിട്ടേക്കണ്ട, ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. സർ പഠിച്ചതിലൊന്നും ഞാനൊരു ഫോമിൽ കാണാനില്ല. ഒന്നിലുമില്ല. Present perfect, sir. Present perfect. പ്രസന്റ് പെർഫെക്റ്റ്. ആരാണ് പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞത്? Sina. പ്രസന്റ് പെർഫെക്റ്റ് സ്ട്രക്ചറിൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ വെർബിന്റെ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഈ തന്നിരിക്കുന്ന വാചകത്തിൽ യു ആർ കോൾഡിൽ ഹാസ് ഹാവ് ഇല്ലല്ലോ, അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് വരില്ല. Okay, sir. Okay. അപ്പൊ വേറെ മാറി വരും. യെസ്. അപ്പൊ ഇവിടെ നേരത്തെ സമീറ പറഞ്ഞ ആൻസർ, പിന്നെ അഭിരാമി ഇവരൊക്കെ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഈ 12 എണ്ണത്തിൽ അതില്ല. എന്നാലും നിങ്ങളൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചാൽ വെറുതെ ഒന്ന് തട്ടിയതാണ്. യെസ്. അപ്പൊ ഈ 12 എണ്ണത്തിൽ അതില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ പക്ഷെ ഇപ്പൊ ചിന്തിക്കും, നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷില് ആരെന്ത് വാചകം പറഞ്ഞു കഴിഞ്ഞാലും ഈ 12 ടെൻസില് ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഒരു വാചകം സാറ് പറഞ്ഞിട്ട് അത് ഈ 12 ഇല്ല എന്തായാലും അല്ലേ? എന്ത് വാക്കിന്റെ വ്യവസ്ഥയാണ് ഉള്ളത്? പറഞ്ഞതുപോലെ വരണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. അപ്പൊ അതാണ് നമ്മൾ എല്ലാത്തിനും നോക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ടെൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ആ ടെൻസ് 12 എണ്ണത്തെ കുറിച്ച് പറഞ്ഞു. ആ 12 ടെൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്ട്രക്ചർ എങ്ങനെ കണ്ടാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം വരും. യെസ്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ അത്രയും വരെ പറഞ്ഞു നിർത്തിയേക്കാണ്. അപ്പൊ ഓണമൊക്കെ വരികയാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഇനി ചിലപ്പോൾ നമ്മൾ തമ്മിൽ കാണുന്നത് ഓണത്തിന് ശേഷമായിരിക്കും. ഇതിൻ്റെ അകത്ത് ഓണപ്പാട്ട് പാടാനായിട്ട് കഴിവുള്ളത് ആരാണ്? നിങ്ങൾ ആലോചിക്കാൻ സമയം തരാം. എന്നാലും ഞാൻ ഓണവുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇംഗ്ലീഷിലാണ് ചോദ്യം. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. അല്ല, ഞാൻ തന്നെ വിളിക്കാം. ഇങ്ങനെ ഓർഡറിൽ തന്നെ വരട്ടെ മുകളിൽ നിന്ന്. ചോദ്യം ഇതാണ്. ഓക്കെ, അമീഷയോട് ഞാൻ ആദ്യത്തെ ചോദ്യം. Which state is known for the festival of Onam? Which state? Kerala.
Kerala. Mute ചെയ്തോളൂ. അമീഷ, your answer is right. Correct answer ആണ്. Very, very, very correct. Kerala is associated with the festival of Onam. രണ്ടാമത്തെ ചോദ്യം സമീറയോടാണ്. സമീറ, ചോദ്യം ഇതാണ്. Name the king associated with the legend of Onam. Name the king associated with the legend of Onam. Mahabali. Mahabali is the correct answer. Very good, very good, very good. Yes, Mahabali ആണ് ഓണം എന്ന് പറയുന്ന ലെജൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജാവ്. അടുത്ത ചോദ്യം ഷോണിമയോടാണ്. ഷോണിമ, ചോദ്യം ഇതാണ്. Which month in Malayalam calendar does Onam fall under? ചിങ്ങം. Correct answer. Very good, very good, very good. അപ്പോ ഞാൻ നേരത്തെ ചോദിച്ച 3 പേർക്കും കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ചിങ്ങം is the month in Malayalam calendar which falls okay. അടുത്ത ചോദ്യം അഭിരാമിയോടാണ് ചോദ്യം ഇതാണ്. Which avatar of Vishnu is associated with the legend of Onam? Vamana is the correct answer. ചോദ്യം മനസ്സിലായെങ്കിൽ പറഞ്ഞാൽ മതിയില്ല, ഞാൻ ഒന്നുകൂടി പറയാം. കറക്റ്റ് ആൻസർ ആണ്. വിഷ്ണുവിന്റെ ഏത് അവതാരമാണ് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? That is Vamana. Yes. Which avatar of Vishnu is associated with the legend of Onam? That is Vamana. അടുത്തത് സജന. Yes, ചോദ്യം കേട്ടോളൂ. The traditional floral FLORA, traditional floral decorations made during Onam. പൂക്കളം is a correct answer. Correct ആണ്. പൂക്കളം വേണം. Correct. Very good, very good. തസ്ലീമിനോടാണ് അടുത്ത ചോദ്യം. The traditional feast, FEAST, feast served during Onam is known as dash. The traditional feast served during Onam is known as dash. തസ്ലീം ഇല്ലാന്ന് തോന്നുന്നു. ആൻസി. ഓണസദ്യ. ഓണസദ്യ is the correct answer. Very good, very good, very good. Yes. അടുത്ത ചോദ്യം സീന ജോസിനോടാണ്. ചോദ്യം ഇതാണ്. How many days Onam traditionally celebrated? How many days Onam traditionally celebrated? 4 days, sir. 3 or 4. ഒന്നുകൂടി ആലോചിച്ചോളൂ. 1 minute, sir. Onam. പൂക്കൾ കൂടിയാണ് മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. യെസ്, സീന മോളായിട്ടും പറഞ്ഞല്ലേ 10. Correct answer. Okay, 10 ആണ് സീന. 10 days. Okay. അടുത്ത ചോദ്യം നാദിയോടാണ്. നാദിയ. നേരത്തെ മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നുണ്ടായില്ല. ഓക്കെ. നാദിയെ കിട്ടിയില്ലെങ്കിൽ അജിതയിലോട്ട് വരും കേട്ടോ. ചോദ്യം ഇതാണ്.
the dance form popularly performed by women during Onam. The dance form popularly performed by women during Onam. Nadia? Ajita? തിരുവാതിരകളി. Yes, correct answer. തിരുവാതിരകളി. Very good, very good, very good. Yes. ഇപ്പൊ വേറെ ഒരു സന്തോഷമുള്ളത്, ഞാൻ പറയുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് വലിയൊരു കാര്യമുള്ളത്. യെസ്, സാറെ ചോദ്യം പിടിയിട്ടില്ലാത്ത ആരും ഇവരെ പറഞ്ഞില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നിങ്ങളുടെ ഒരു കഴിവാണ്. പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് വളരെ പോസിറ്റീവാണ്. അടുത്ത ചോദ്യം ഷെഫീനയോടാണ്. ഷെഫീനക്ക് വളരെ സിമ്പിളായ ചോദ്യമുണ്ട്. ഷെഫീന ലക്കി ഗേളാണെന്ന് തോന്നുന്നു. The most ഷെഫീനക്ക് മത്സ്യപ്പെട്ട ചോദ്യം കേട്ടിട്ട് സാറേ എന്നിട്ട് പറയാം അല്ലേ? The most consumed fruit, FRUIT, fruit during Onam season. ഇതാണ് സാറിന്റെ എളുപ്പം. ഇതല്ലേ മനസ്സിലാവുന്നത്? The most consumed fruit during Onam. Onam season is dash. കിട്ടില്ല ഷിഫാന? ഒന്നൂടെ പറയും. ഒരു മിനിറ്റ് ആൻസർ പോലെ. ഒരു മിനിറ്റ്. ഷെഫീന ചേച്ചി പറഞ്ഞില്ലായിരുന്നു. യെസ്, ഷെഫീന നേരത്തെ പറഞ്ഞ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഒന്നുകൂടി പറയും. ക്ലിയർ ആയില്ല. പായസം. ഫ്രൂട്ടാണ്. FRUIT, ഫ്രൂട്ട്. ഫ്രൂട്ട് ബനാന. ബനാന ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഉത്തരം പറയാൻ പോയത് എന്താണ്? ബനാന തന്നെയാണ്. യെസ്, ഡൺ. ബനാനയാണ് the most consumed fruit. ഓക്കെ. അപ്പൊ വീണ്ടും ചോദ്യം അമീഷയിലോട്ട് പോവുകയാണ്. അമീഷക്കാണ് അടുത്ത ചോദ്യം കേട്ടോ. യെസ്, ചോദ്യം ഇതാണ്. The previous day to Tiruvanam is known as dash. ഉത്രാടം. Is the correct answer. Very good. ഉത്രാടമാണ് ഓണത്തിന്റെ പ്രീവിയസ് ഡേ, തലേ ദിവസം എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം സമീറയോടാണ്. ഓക്കെ ഷെഫീന. നോ പ്രോബ്ലം ഷെഫീന. യെസ്, സമീറയോടാണ് അടുത്ത ചോദ്യം. The term used for the new clothes worn, WORN, worn during Onam. എന്ത് സർ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. That term, term used for the new clothes worn, WORN, worn during Onam. അറിയില്ല. Yes, ഒന്ന് പാസ് ചെയ്യാം. ഷോണിമ. ഓണക്കോടി. ഓണത്തിന് വാങ്ങുന്ന ഡ്രസ്സിന് നമ്മൾ പറയുന്നതല്ലേ ഓണത്തിന് കിട്ടിയ ഓണക്കോടി. ഓണം കഴിഞ്ഞിട്ട് കിട്ടിയാല് തോർത്തുമുണ്ട് എന്ന് പറയുന്ന പോലെ ഓണത്തിന് കിട്ടുന്ന ഡ്രസ്സിന് നമ്മൾ ഓണക്കോടി എന്ന് പറയുന്നു. യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ്, അടുത്ത ചോദ്യം അഭിരാമിക്കാണ്. അഭിരാമി, ചോദ്യം കുറച്ച് നീളം കൂടിയതാണ്, പക്ഷെ ഉത്തരം വളരെ ചെറുതാണ്. യെസ്, ശ്രദ്ധിച്ചോളൂ. വിച്ച് ആർട്ട് form performed during Onam include the dances painted as leopards and tigers? Which art form performed during Onam include dances painted as leopards and tigers? പുലികളി.
യെസ്, പുലികളി, കടുവാകളി, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ 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 ഓക്കെ. ലിയോപാഡ്സും ടൈഗേഴ്സും. ഓക്കെ ഓക്കെ. തൃശ്ശൂർ ഭാഗത്ത് വരുന്ന എത്ര പേരുണ്ട്? ഇവിടെ ഞാൻ എന്റെ വീട് തൃശ്ശൂരല്ല, പക്ഷെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന തൃശ്ശൂർ. അവര് ഫുള്ളും തൃശ്ശൂരാണ്, എല്ലാവരും കുന്നംകുളം തൃശ്ശൂര് ഭാഗത്താണ്. യെസ്. അപ്പൊ തൃശ്ശൂര് ഓണത്തിന്റെ നാലാം ഓണത്തിന്റെ ദിവസമായിട്ട് തൃശ്ശൂർ റൗണ്ടിലുണ്ടാവും ഈ പരിപാടി. തൃശ്ശൂരാണ് കൂടുതലായിട്ടുള്ളത്. യെസ്. തസ്ലീമയ്ക്കാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കുക. ദി ട്രഡീഷണൽ song, 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 sung during Vallangali is called dash. വഞ്ചിപ്പാട്ട്. Vanjipaattu is a correct answer. Okay, yes, ഞാൻ പറയുന്നത് വിചാരിച്ചിട്ടോ. ചോദ്യം കൂടി പറയാം. The traditional song sung during Vallangali is called Vanjipaattu. ഈ സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അത് ആൻസിക്കാണ്. Which day marks which day marks the starting of Onam? അത്തം. അത്തം is the correct answer. Yes, അത്തമാണ് സ്റ്റാർട്ടിംഗ് ഓഫ് ഓണം എന്ന് പറയുന്നത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ ഓണത്തെ കുറിച്ചുള്ള എന്റെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ഇനി ഓണത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പഴയകാല ഓർമ്മകളോ അല്ലെങ്കിൽ ഓണത്തെ കുറിച്ചോ അല്ലാതെയോ. യെസ്, 8 മിനിറ്റ് സമയം കൂടി ഉണ്ട്. അഭിരാമി നല്ല ഗായികയല്ലേ? പാടാ സാർ. യെസ്, ഒന്ന് പഠിക്കൂ. ഒരു മിനിറ്റ് ഇട്ടോ, നോക്കട്ടെ. യെസ് യെസ്, അഭിരാമി ഗെറ്റ് റെഡി. അഭിരാമിക്ക് ശേഷം ആരാണ്? ഒരാള് ധൈര്യമായിട്ട് പ്രസാറെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചറായി കഴിഞ്ഞതിന് ശേഷം കുട്ടികളോടൊക്കെ പറയാറുള്ളതല്ലേ, അടുത്ത കുട്ടി ധൈര്യമായിട്ട് എന്നൊക്കെ നിങ്ങൾ പറയില്ലേ? ആ സമയത്ത് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ പണ്ട് ധൈര്യം കാണിച്ചു തന്നു. അവിടെ കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ധൈര്യം കാണിക്കും. എന്ത് പറയുന്നത് സമീറ? എസ് ജാനകിനെ പോലെ പഠിക്കോട്ടെ, നമുക്കറിയാവുന്ന പോലെ പറയാം. ഷെഫീന പെടുന്നില്ല. യെസ്, തസ്നീം. യെസ്, അമീഷ. യെസ്, പഠിക്കൂ. ഓണം ഊഞ്ഞാലിട്ടല്ലോ, കൊടിയെടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. അവക്കത് കറക്റ്റ് അറിയത്തില്ല, എവിടെയൊക്കെയോ കേട്ട് കുറച്ച് മാത്രമേ അറിയാവൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്. അഭിരാമി, ആർ യു ഓക്കെ? നിങ്ങളൊരു ഒച്ച കേൾക്കുന്നുണ്ട്, അപ്പുറത്ത് ഗ്രൗണ്ടിലെ പരിപാടി നടക്കുന്നതാ. ശാന്തമീ രാത്രിയിൽ വാദ്യവും ഘോഷാദികളും കൊണ്ടുപോകാനുള്ള പാട്ടാണ് പാടുന്നത്. സാറ് ഓണത്തിന്റെ അല്ല കേട്ടോ, അതൊന്നും നോക്കിയിട്ടില്ല, വേറെ പാട്ട് പാടാം. ഓണത്തിന്റെ സെലിബ്രേഷന് പാടാം. ആ ആ
അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ കായലിൽ പ്രഭാത ഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ കായലിൽ പ്രഭാതമേഘങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ അഴകേ മമമോഹം നീയണിഞ്ഞു മമമോഹം നീയണിഞ്ഞു അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അഭിരാമിയുടെ സൗണ്ട് നല്ല ബാസുള്ള സൗണ്ടാണ്. യെസ്, അത് ഒന്നും കൂടെയൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്ത് എടുക്കാറുണ്ടല്ല. യെസ്, തകർക്കാം. യെസ്, ഈ വയലാറിന്റെ പാട്ടല്ലേ അത്? യെസ്, ഓക്കെ 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 ഓക്കെ. അഭിരാമി പാടുന്നത് കേട്ട് കഴിയുമ്പോ പ്രചോദനം ഉൾക്കൊണ്ട് ആരെങ്കിലും ഉണ്ടോ ഉള്ളിന്റെ ഉള്ളിൽ? യെസ്, ആദ്യം അമിഷ. ഓക്കെ സർ. ഓക്കെ ഓക്കെ സർ കേക്കാവോ? ഓക്കെ സർ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാച്ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റ് കൊണ്ടുവന്ന മുത്താരങ്ങൾ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റ് കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്കം മാലയാക്കി അണിഞ്ഞുവല്ലോ. പുലരുന്ന പൊന്നോണത്തെ പുഴക്കുന്ന പൂവനങ്ങൾ പുലക്കോല് പൂനായി വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തിരുവിൻ മക്കൾ. തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തിരുവിൻ മക്കൾ. അവർക്കെല്ലാം പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ വയറിന്റെ രാഗം കേട്ടൻ മയങ്ങുന്ന വാമനമ്മ അവർ കോടക്കോടിയായി വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാച്ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ. താങ്ക് യു സർ. അമിഷ, നമ്മുടെ
അതെ സർ. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ. ഷോണിമ. സർ എക്സാക്ട്ലി ഞാൻ ഈ പാട്ട് പാടണമെന്ന് ഉദ്ദേശിച്ചത്, പക്ഷെ ഇത്ര ലൈനല്ല, ചെറുത് 2 ലൈൻ പാടാൻ വിചാരിച്ചത്. ഞാൻ വേറൊരു പാട്ട് സഡനായിട്ട് നോക്കിയപ്പോ കണ്ടത് ആ പാടാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. താങ്ക് യു സർ. യെസ് ഷോണിമ, വെരി ഗുഡ് വെരി ഗുഡ്. പെട്ടെന്ന് നോക്കിയിട്ട് ഇത്രയും മനോഹരമായിട്ടും പാടിയത്. ഓക്കെ 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 ഓക്കെ. താങ്ക് യു സർ. അപ്പോ എല്ലാവർക്കും ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എല്ലാ ആഘോഷങ്ങളും മനുഷ്യനെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. യെസ്, അടുത്ത ഓണം വരട്ടെ, അടുത്ത പെരുന്നാൾ വരട്ടെ, അടുത്ത വിഷു വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഈ ഓണവും നല്ല ഓണമാകട്ടെ. എല്ലാവർക്കും സമൃദ്ധമായ ഒരു ഓണമായിട്ട് തീരട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓണം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. അഡ്വാൻസ് ഹാപ്പി ഓണം സർ. അഡ്വാൻസ് ഹാപ്പി ഓണം സർ. താങ്ക് യു സർ. ഹാപ്പി ഓണം സർ. Okay, we will meet in the next class. Okay.